എന്നുള്ളത് സിമ്പിളായി പറഞ്ഞാൽ തീരൂലേ? നിങ്ങൾക്ക് മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ ആദ്യം മറയ്ക്കപ്പെടാതെ പറയേണ്ടുന്നൊരു കാര്യം അതല്ലേ? അതെന്തേ നിങ്ങൾ പറയുന്നില്ല? നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നില്ല? നിങ്ങൾ പിന്നെ ആരെയാണ് ഇങ്ങനെ പൊട്ടന്മാരാക്കി ഇങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുന്നത്? ഒരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മുതൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നയാൾ വരെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറ്റപത്രം സമർപ്പിച്ചില്ല. കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ളത് നിങ്ങളുടെ പിടിവാശിയാണ്. കുറ്റപത്രം സമർപ്പിച്ച് ഈ അന്വേഷണം ഈ ഘട്ടത്തിൽ അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൃത്യമായി ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ത്രൂ കോടതിയാണ്, ദേവസ്വം ബെഞ്ചാണ്. സീൽഡ് കവറിൽ കൃത്യമായ അന്വേഷണ പുരോഗതി പരിശോധിച്ചതിന് ശേഷം ഓരോ ഘട്ടത്തിലും ആരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കണം, അന്വേഷണം ഏതെല്ലാം മേഖലയിൽ വിപുലപ്പെടുത്തണം. നമുക്കറിയാമല്ലോ, അവിടെ സ്വർണം കടത്തുന്നതിന് വേണ്ടിയിട്ടാണോ കോൺക്രീറ്റ് കൊടിമരം അത് അപകടാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് അന്നിരുന്ന ദേവസ്വം ബോർഡ് അത് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ അത്തരം മേഖലകളിലേക്കൊന്നും അന്വേഷണം പോകണ്ട, അത് ബൂമറാങ് ആവും എന്ന തിരിച്ചറിവാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഉൾപ്പെടെയുള്ള ആളുകളും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.